പരിശുദ്ധ ബാവ തിരുമേനി, അഭിവന്ദ്യരായ തിരുമേനിമാരെ, വന്ദ്യരായ റമ്പാച്ചന്മാരെ, ആദരണീയരായ വൈദികരെ, ബഹുമാന്യരായ സിസ്റ്റേഴ്സ്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, ദൈവനാമത്തിൽ ഏവർക്കും വന്ദനം. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മർത്തമറിയം സമാജത്തിൻ്റെ 82ാം ആനുവൽ കോൺഫറൻസിനാണ് ദൈവനിയോഗപ്രകാരം നാം എല്ലാവരും ഓമല്ലൂർ സെയിൻറ്റ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ ഈ ഓഡിറ്റോറിയത്തിൽ സമ്മേളിച്ചിരിക്കുന്നത്. നമ്മുടെ ചിന്താവിഷയം ഏറ്റവും ആപ്തമാക്കുന്ന രീതിയിൽ ഒരു ദിനം നമുക്ക് കടന്നുപോയി. ഇന്ന് നാം ഏവരും ആഗ്രഹിച്ചിരുന്ന നമ്മുടെ പരിശുദ്ധ ബാവ തിരുമനസിനെ കാണുവാനും പരിശുദ്ധ പിതാവിൻ്റെ വാക്കുകൾ കേൾക്കുവാനും നമ്മിൽ അവാർഡ് ജേതാക്കളായിട്ടുള്ള ആളുകളെ അഭിനന്ദിക്കുവാനും നമ്മിൽ അലിവ് ആഗ്രഹിക്കുന്നവർക്ക് സ്നേഹസ്പർശം എന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്യുവാനുമായിട്ട് പരിശുദ്ധ പിതാവ് ഇന്ന് വളരെയേറെ യാത്രാക്ലേശങ്ങൾക്കിടയിലും നമ്മോടൊപ്പം ഇവിടെ സന്നിഹിതനായിരിക്കുന്നു. ഈ പ്രത്യേക സമയത്ത് പരിശുദ്ധ ബാവ തിരുമനസിൻ്റെ നിയോഗപ്രകാരം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മർത്തമറിയ സമാജത്തിൻ്റെ ചുമതല ഏറ്റെടുത്ത വ്യക്തി എന്നുള്ള നിലയിൽ പരിശുദ്ധ പിതാവിൻ്റെ തൃപ്പാദത്തിൽ 2 കാര്യങ്ങൾ വിനയാദരത്തോടുകൂടെ സമർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന്, മലങ്കര സഭയുടെ 30 ഭദ്രാസനങ്ങളിൽ 24 ഭദ്രാസനങ്ങൾ ഇതിനോടം സന്ദർശിക്കുകയും പല സ്ത്രീകളുമായിട്ട് സംവദിക്കുവാൻ ദൈവം ഇട തന്നപ്പോൾ അനേകം സ്ത്രീകൾ രാഷ്ട്രീയ രംഗത്തും സാമൂഹിക രംഗത്തും ഔദ്യോഗിക രംഗത്തും കുടുംബ ഭരണത്തിലും എല്ലാം ശോഭിക്കുന്നുണ്ടെങ്കിലും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വിവിധ തലങ്ങളിൽ ഇന്നും സ്ത്രീകൾക്ക് സ്ഥാനം ലഭിച്ചിട്ടില്ല എന്നുള്ള സങ്കടം ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും ലോകമെമ്പാടുമുള്ള സ്ത്രീകളുടെ ഒരു ശബ്ദമായിട്ട് പരിശുദ്ധ പിതാവിൻ്റെ തൃപ്പാദത്തിൽ ഞങ്ങളുടെ സങ്കടം ആദ്യമായിട്ട് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ പരിശുദ്ധ പിതാവേ, അവിടുന്ന് ഞങ്ങളെ പല പ്രാർത്ഥനകളാലും അവിടുത്തെ എല്ലാ വിധത്തിലുള്ളതായ പ്രവർത്തനങ്ങളാലും ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ ഏതെങ്കിലും ചെറിയ കുറ്റങ്ങളും അവിടുന്ന് ക്ഷമിച്ച് ഞങ്ങളോട് പുറത്ത് ഞങ്ങളെയൊക്കെയും അനുഗ്രഹിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായിട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിശുദ്ധ പിതാവ് ഇന്ന് ഈ സമ്മേളനത്തിന് ഇവിടെ കടന്നു വരികയും നമ്മയൊക്കെയും വാക്കുകളാൽ അനുഗ്രഹിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ സ്നേഹസ്പർശം എന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയാണ്. ഈ സ്നേഹസ്പർശം എന്ന പദ്ധതി മർത്തമറിയം സമാജത്തിൽ പ്രയാസം അനുഭവിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും ഒരു കൈത്താങ്ങാകുന്നതിൻ്റെ തുടക്കമാണ്. ഇന്ന് നമ്മളിവിടെ ആരംഭിക്കുന്നത് ഇടുക്കി ഭദ്രാസനത്തിലുള്ള ഒരു സ്ത്രീരത്നത്തിന് ഭവന നിർമ്മാണത്തിനായി സൗത്ത് വെസ്റ്റ് അമേരിക്കയിൽ നിന്ന് ലഭിച്ച 1 ലക്ഷം രൂപ നൽകിക്കൊണ്ടാണ് ഈ പദ്ധതി തുടങ്ങുന്നത്. പരിശുദ്ധ പിതാവേ, അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ ഈ പദ്ധതി മലങ്കരയിലെ എല്ലാ സ്ത്രീകളുടെയും കണ്ണുനീരൊപ്പുന്നതിന്, ഞങ്ങളുടെ സ്ത്രീകളുടെ മനസ്സ് തുറക്കുന്നതിനായിട്ട് പരിശുദ്ധ പിതാവ് അനുഗ്രഹിച്ച് ഉദ്ഘാടനം ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സഭയിൽ സംസ്ഥാന, ദേശീയ, അന്തർദേശീയ തലത്തിൽ അവാർഡ് ജേതാക്കളായിട്ടുള്ള സ്ത്രീകളെ മർത്തമറിയ സമാജം ആദ്യമായിട്ട് ആദരിക്കുകയാണ്. ഈ തലത്തിൽ 15 സ്ത്രീകളെ ഡൽഹി മുതൽ തിരുവനന്തപുരം വരെ നമുക്ക് ചെറിയ ദിവസങ്ങൾക്കകത്ത് കണ്ടെത്തുവാനായിട്ട് സാധിച്ചു. 6 അധ്യാപികമാർ, 1 ഡോക്ടർ, 1 നേഴ്സ്, അതോടൊപ്പം തന്നെ ഫിലിം രംഗത്ത് പ്രവർത്തിക്കുന്ന 2 പേർ, ഇന്ത്യ വിഷനിൽ പ്രവർത്തിക്കുന്ന വീണ ജോർജ്, ലിംക ബുക്സ് ഓഫ് അവാർഡിൽ റെക്കോർഡ്സിൽ ഒരു സ്ഥാനം നേടിയിട്ടുള്ള ഒരു വ്യക്തി, ഇങ്ങനെ പല വിധത്തിലുള്ള ആളുകളെ നമുക്ക് സ്വീകരിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഏറ്റവും അനുഗ്രഹപ്രദമാണ്. ഇവയ്ക്കൊക്കെയുമായിട്ട് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് പരിശുദ്ധ സഭയുടെ പെൺമക്കളോടൊപ്പം സമയം ചിലവിടുന്നതിന് സമയമില്ലാഴികയിലും സമയം കണ്ടെത്തിയ പരിശുദ്ധ പിതാവെ, ഭക്തി ആദരപൂർവം എല്ലാ പെൺമക്കളുടെയും നാമത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. ഈ സമ്മേളനത്തിൻ്റെ അഭിവന്ദ്യ പിതാവിനെയും ഈ സന്ദർഭത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. തുമ്പമൺ ഭദ്രാസനം ഈ രാജ്യാന്തര കോൺഫറൻസ് ഏറ്റെടുത്തപ്പോൾ അതിന് ഇത് ഞങ്ങൾ ചെയ്തു കൊള്ളാം എന്ന ഒരു വാക്ക് നൽകി
അനുഗ്രഹിച്ച് പ്രാർത്ഥനയോടുകൂടി എല്ലാവരെയും ഒരുമിച്ച് സമന്വയിപ്പിച്ച് പ്രവർത്തിക്കുന്ന അഭിവന്യ കുറിയാക്കോസ് മാർ ക്ലീമീസ് തിരുമേനിയേക്കും സ്വാഗതം ആശംസിക്കുന്നു. ബാംഗ്ലൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ ഏബ്രഹാം മാർ സെറാഫിം തിരുമേനി തുമ്പമൺ ഭദ്രാസനത്തിൽ തന്നെ ഉൾപ്പെടുന്ന ഒരാളാണ്. ഇപ്പോൾ ബാംഗ്ലൂർ ഭദ്രാസനത്തിൻ്റെ അധിപനാണ്. അഭിവന്യ തിരുമേനിയെയും മർത്തമറിയ സമാജത്തിൻ്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. പരമല സെമിനാരിയുടെ മാനേജർ വന്ധ്യനായിട്ടുള്ള ഔഗേൻ റംബാച്ചൻ ഇവിടെയുണ്ട്. ഈ ഇടവകാംഗമാണ് അഭിവന്യ റംബാച്ചനെയും ഈ സന്ദർഭത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ സഭയുടെ വൈദിക ട്രസ്റ്റി ഇന്നലെ ഇവിടെ കടന്നു വന്നു. ഇന്ന് സഭയുടെ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫ്. വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷം സുൽത്താൻ ബത്തേരിയിൽ നടന്ന കോൺഫറൻസിൽ ഞങ്ങൾക്ക് ആരെയും കാണുവാൻ സാധിച്ചില്ല എന്നൊരു സങ്കടം ഈ പ്രാവശ്യം പരിഹരിച്ചു തന്നതിൽ ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ സന്തോഷം അറിയിച്ചുകൊണ്ട് സ്വാഗതം ആശംസിക്കട്ടെ. തുമ്പമൺ ഭദ്രാസനക്കാരനുമാണ് എന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട ടൈറ്റസ് അച്ഛൻ, മർത്തമറിയ സമാജത്തിൻ്റെ തുമ്പമൺ ഭദ്രാസനത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോൺസൺ കോറപ്പിസ്കോപ്പ, ഇവരോടൊക്കെ എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളുടെ നന്ദി ദൈവം തമ്പുരാനോട് അറിയിച്ചു കൊള്ളാം. അത്രമാത്രം ഊണില്ലാതെ ഉറക്കമില്ലാതെ ഇരാപകൽ അധ്വാനിച്ച ഒരു കൂട്ടം ആളുകൾ, അവരുടെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചവർ, ഇതിൻ്റെ പണപ്പുരയിലും പണിപ്പുരയിലും പ്രവർത്തിക്കുന്നതിന് നേതൃത്വം കൊടുത്ത ബഹുമാന്യരായിട്ടുള്ള വൈദിക ശ്രേഷ്ഠരെയും സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ശ്രീ റോയ് മാത്യു ആദ്യം ഇവിടെ കമ്മിറ്റി നടത്തിയപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അദ്ദേഹത്തിന് പോകാൻ തിടുക്കമുണ്ടായിരുന്നപ്പോൾ എഴുന്നേറ്റ് പറഞ്ഞു, ഇവിടെ എന്തിനെങ്കിലും കുറവുണ്ടെങ്കിൽ ആ കുറവ് ഞാൻ പരിഹരിച്ചു കൊള്ളാം. ബഹുമാന്യരായ വൈദികരുടെ മുഖമൊക്കെ അപ്പോൾ സന്തോഷം കൊണ്ട് നിറയുന്നത്, തുമ്പമൺ ഭദ്രാസനം സന്തോഷം കൊണ്ട് നിറയുന്നത് കണ്ടു. ബഹുമാനപ്പെട്ട റോയ് സാറിനെയും സ്വാഗതം ചെയ്യുന്നു. ഇനിയും സ്വാഗതം ആശംസിക്കുവാനുള്ളത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. നിറഞ്ഞ മനസ്സോടെ, നിറഞ്ഞ സന്തോഷത്തോടെ, ആത്മാഭിമാനത്തോടെ നമുക്കവർക്ക് ആദ്യം ഒരു കയ്യടി കൊടുത്ത് സ്വാഗതം ചെയ്യാം. നമ്മുടെ അവാർഡ് ജേതാക്കളായിട്ട് വന്നിരിക്കുന്ന 15 പേരുടെ പേര് നമുക്ക് ലഭിച്ചു. അതിൽ 6 അധ്യാപികമാരാണ്. ബഹുമാന്യയായ മിസ്സിസ് സാറ ജോർജ് മുത്തൂറ്റ്, മിസ്സിസ് റേച്ചൽ തോമസ്, ഡോക്ടർ സ്വപ്ന അലക്സ്, സൂസൻ ഐസക്, CO ഷേർലി, അതോടൊപ്പം തന്നെ മിസ്സിസ് ലത അലക്സാണ്ടർ. അങ്ങേയറ്റം സന്തോഷമുണ്ട്. ബെസ്റ്റ് ഡോക്ടർ അവാർഡ് കിട്ടിയിട്ടുള്ള ഡോക്ടർ സൂസൻ പി ജോൺ ഈ തുമ്പമൺ ഭദ്രാസനത്തിൽപ്പെട്ട ആളാണ്. ബെസ്റ്റ് നഴ്സസ് അവാർഡ് കിട്ടിയിട്ടുള്ള ലിസി ചെറിയാൻ. സ്പോർട്സ് രംഗത്ത് സിമി മറിയം ജോസ്, അനു മറിയം ജോസ്, മിസ്സിസ് വത്സ ജേക്കബ്. അതോടൊപ്പം തന്നെ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ സ്ഥാനം നേടിയിട്ടുള്ള കോട്ടയം ഭദ്രാസനത്തിൽ നിന്ന് വന്ന മിസ്സിസ് സൂസമ്മ ഇട്ടി വർഗീസ്. ഇവരെ എല്ലാവരെയും അങ്ങേയറ്റം സ്നേഹത്തോടെ ബഹുമാനത്തോടെ മനസ്സ് കുളിർത്ത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഇവിടെ കടന്നു വന്നതിന്. അതോടൊപ്പം തന്നെ ഇവരെ സ്വാഗതം ചെയ്യുമ്പോൾ നമ്മൾ വിട്ടുപോകരുത്, ഇവരുടെ വിജയത്തിൻ്റെ പിന്നിൽ, ഈ കസേരയിൽ പരിശുദ്ധ ബാബാ തിരുമനസിൻ്റെ പിറകിൽ ഇരിക്കുന്നതിൻ്റെ പിന്നിൽ ഇവർക്ക് പ്രോത്സാഹനം കൊടുത്ത ഇവരുടെ പ്രിയപ്പെട്ട ജീവിത പങ്കാളികൾ, അവർ പലരും ഇവിടെ വന്നിട്ടുണ്ട്. അവരെ ഏറെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുവാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. കടന്നു വന്നിട്ടുള്ള വൈദികർ, ബഹുമാന്യരായ റംബാച്ചന്മാർ, ബഹുമാന്യരായ സിസ്റ്റേഴ്സ്, ഗായക സംഘം, എല്ലാ വൈദിക ശ്രേഷ്ഠരെയും ഇവിടെ കടന്നു വന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് കമ്പയർ ചെയ്യുന്ന വ്യക്തി, അതോടൊപ്പം തന്നെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ സ്വാഗതം ചെയ്യാതെ ഇരുന്നതല്ല, ഞങ്ങളുടെ ഒരു ഭാഗമാണ് വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട മാത്യു വർഗീസ് അച്ഛൻ. സ്വാഗതം ചെയ്യുന്നത് ഔചിത്യക്കുറവാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എങ്ങനെ നന്ദി പറയണമെന്നാണ് എൻ്റെ മനസ്സെപ്പോഴും ചിന്തിക്കുന്നത്. എങ്കിലും അച്ഛൻ അവിടെ ഇരുന്ന് പറഞ്ഞത്, അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്, പറഞ്ഞാൽ അനുസരിക്കണം. ഞാൻ അനുസരിച്ചിരിക്കുന്നു. മാത്യു വർഗീസ് അച്ഛന് സ്വാഗതം ആശംസിക്കുന്നു. എല്ലാവർക്കും സുസ്വാഗതം. സംശുദ്ധമായ ലക്ഷ്യബോധത്തോടെ ക്രിസ്തുനാമം മഹത്വപ്പെടുത്തുവാൻ എന്നെന്നും ടീച്ചർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം നന്ദിയും അർപ്പിക്കുന്നു. അഖില മലങ്കര മർത്തമറിയം വനിതാ സമാജത്തിൻ്റെ അനുസ്യൂതമായ വളർച്ചയുടെ പിന്നിലെ ത്യാഗവര്യൻ
കർമ്മോജ്വല ജീവിതത്തിനുടമയായ ഇടയശ്രേഷ്ഠൻ, പ്രശസ്തനായ സുവിശേഷകൻ, വേദപണ്ഡിതൻ, പ്രോജ്വല വ്യക്തിനുടമയും മർദ്ദമറ സമാജം പ്രസിഡന്റുമായ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രിയങ്കരനായ മെത്രാപ്പൊലിത്ത കൊട്ടാരക്കര പുല്ലൂർ ഭദ്രാസനാധിപൻ അഭിവന്യ യൂഹാനാൻ മോർ തേവോദോറോസ് തിരുമനസിനെ അധ്യക്ഷ പ്രസംഗത്തിനായി ഭക്തിയാദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല. എൻ്റെ ശക്തമായ ഒരു കരമാകുന്ന പ്രൊഫസർ മേരി മാത്യു എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞതുകൊണ്ട് സമയം ചുരുക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല. പരിശുദ്ധ ബാബാ തിരുമേനി, അഭിവന്യ പിതാക്കന്മാരെ, വിശിഷ്ടാതിഥികളെ, വൈദിക ശ്രേഷ്ഠരെ, അവാർഡ് ജേതാക്കളെ, ഇവിടെ സംബന്ധിക്കുന്ന എപ്പേർപ്പെട്ടവരുമേ, വളരെയധികം ത്യാഗം സഹിച്ചാണ് പരിശുദ്ധ ബാബാ തിരുമേനി ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. നാഗ്പൂരിൽ നിന്നുള്ള യാത്രയാണ് ഇവിടെ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഉടൻ തന്നെ അദ്ദേഹത്തിന് കുന്നംകുളത്ത് എത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ മീറ്റിംഗ് ആരംഭിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുള്ളത്. 10:30 മണി മുതൽ നിർനിമേഷതയോടുകൂടി ഇവിടെ ഇരിക്കുന്ന 1500 പ്രതിനിധികൾ വളരെ ഉത്സാഹത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു പരിശുദ്ധ ഭാവത്തിന്റെ വരവ് കാത്ത്. ഒരു 3-4 പ്രാവശ്യമെങ്കിലും ഈ ഓഡിയൻസ് മുഴുവൻ എഴുന്നേറ്റിട്ടുണ്ട്. ഇപ്പോൾ വന്നു കാണും നിർനിമേഷതയോടുകൂടി. അത്രമാത്രം പരിശുദ്ധ ബാബാ തിരുമേനിയെ കാണുവാനും കേൾക്കുവാനുമുള്ള ഹൃദയം നിറഞ്ഞ ആ ഒരു വാത്സല്യവും സ്നേഹവും ആദരവും എത്രമാത്രമാണെന്ന് രുചിച്ചറിയാൻ തക്കവണ്ണം കഴിഞ്ഞ സന്ദർഭങ്ങളിൽ മണിക്കൂറുകൾ എനിക്ക് സാധിച്ചു. പരിശുദ്ധ ബാബാ തിരുമേനിയോട് പറയുവാനായിട്ടുള്ളത്, അങ്ങയുടെ മക്കൾ സ്നേഹം നിറഞ്ഞ വാത്സല്യവും വളരെയധികം ആദരവും ബഹുമാനവും ഭക്തിയും കൂറുമുള്ളവരാണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളെന്ന് പ്രത്യേകമായി പരിശുദ്ധ ബാബാ തിരുമേനിയെ അറിയിക്കട്ടെ. അതുകൊണ്ട് തിരുമേനിക്ക് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ശക്തമായ പിന്തുണ നൽകുവാൻ തക്കവണ്ണം ഊർജ്ജസ്വലതയുള്ളവരായ മലങ്കര മക്കൾ ഇവിടെ ഉണ്ട് എന്നുള്ള സാക്ഷ്യപൂർവമായിരിക്കുന്ന വലിയ ഒരു പ്രഖ്യാപനമാണ് നൽകുന്നത് എന്നുള്ളതും പ്രത്യേകമായി ഓർപ്പിക്കട്ടെ. പരിശുദ്ധ ബാബാ തിരുമേനി ഇന്ന് ഇവിടെ വന്നതോടുകൂടി നമ്മുടെ ഈ മർത്തമറിയ സമാജ അന്തർദേശീയ സമ്മേളനം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. നാം പ്രബുദ്ധരായി തീർന്നിരിക്കുകയാണ്. നാം കർമ്മോന്മുഖരായി തീർന്നിരിക്കുകയാണ്. ഉന്മേഷവതികളും ഉന്മേഷവാന്മാരുമായി തീർന്നിരിക്കുകയാണ്. പരിശുദ്ധ ബാബാ തിരുമേനിയുടെ സാന്നിധ്യത്തെ പ്രത്യേകമായി ആദരിച്ചുകൊണ്ട് എൻ്റേതായിരിക്കുന്ന സ്വാഗതം ഞാൻ ആശംസിക്കുകയും കൂടി ചെയ്യട്ടെ. വാക്കുകൾ ഞാൻ നീട്ടുന്നില്ല, സമയപരിധി കൊണ്ട്. പരിശുദ്ധ ബാബാ തിരുമേനി കുന്നംകുളത്ത് ഉടനെ എത്തേണ്ടതാണ് എന്നുള്ളത് കൊണ്ട്. ഹൈന്ദവമതത്തിലൊരു തത്വമുണ്ട്, പരാർത്ഥപ്രധാന ജീവിതമാണ് ജീവനെന്ന്. പരാർത്ഥപ്രധാന ജീവിതമാണ് ജീവൻ. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതിൽ കൂടിയാണ് നാം നിത്യജീവനെ കൊയ്തെടുക്കുന്നത്, യഥാർത്ഥ ജീവനെ കൊയ്തെടുക്കുന്നത്. ആ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളത് കർത്താവായ യേശു ക്രിസ്തു ജീവിതത്തിലൂടെയും തൻ്റെ വചനത്തിലൂടെയും നമ്മളെ അറിയിച്ചിട്ടുള്ളതാണ്. ഇവിടെ സ്നേഹസ്പർശം പദ്ധതി പരിശുദ്ധ ബാബാ തിരുമനസ് കൊണ്ട് ഉദ്ഘാടനം ചെയ്യുമ്പോൾ, നമ്മുടെ അതിൽ ഭാഗഭാക്കുകളാകുമ്പോൾ നിത്യജീവന്റെ അനുഭവങ്ങളിലേക്ക് വളർന്നു വരുവാൻ തക്കവണ്ണം, ഉയർന്നു വരുവാൻ തക്കവണ്ണമുള്ള സാധ്യതകൾ ഇവിടെ തെളിയുകയാണ്. ആ സാധ്യതകളെ അനുകൂലമായ അവസ്ഥയിൽ നമ്മളുടെ കർമ്മശേഷി കൊണ്ടും സാമ്പത്തിക സഹായം കൊണ്ടും ദർശനം കൊണ്ടും ഊട്ടി ഉറപ്പിച്ച് വളർത്തിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം നാം ബാധ്യസ്ഥരും ഉത്തരവാദിത്തപ്പെട്ടവരുമാണെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് ഈ സ്നേഹസ്പർശനം പദ്ധതി ഇവിടെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിൻ്റെ വളർച്ചയിൽ ഏറ്റവും ഉന്നതമായ ഒരു വളർച്ച അതിന് നേടുവാനും അനേകായിരങ്ങൾക്ക് സഹായഹസ്തങ്ങൾ നീട്ടിക്കൊടുക്കുവാനും കണ്ണീരൊപ്പുന്ന മാലാഖമാരായി പരിണമിക്കുവാൻ തക്കവണ്ണമുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഈ സമയം ഞാൻ ഓർപ്പിക്കുന്നു. അതുപോലെ അവാർഡ് ജേതാക്കളായി വന്നിരിക്കുന്ന നമ്മുടെ സഹോദരിമാർ, വളരെ അഭിമാനമുണ്ട്. മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് അഭിമാനമുണ്ട്. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും വളരെ പ്രശസ്തമായ പദവികൾ അല്ലെങ്കിൽ അവാർഡുകൾ നേടിയിട്ടുള്ള ഈ സഹോദരിമാരെ കാണുമ്പോൾ മലങ്കര സഭ എത്രമാത്രം ശ്രേഷ്ഠയാണ്, എത്രമാത്രം ഔന്നത്യത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സഭയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ആ ശ്രേഷ്ഠ സഹോദരിമാരെ പ്രത്യേകമായി അനുമോദിക്കുന്നു, അഭിനന്ദിക്കുന്നു. എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കട്ടെ. പരിശുദ്ധ ബാബാ തിരുമേനിയെ സ്നേഹസ്പർശനം പദ്ധതി ഉദ്ഘാടനത്തിനായും അവാർഡ് ദാനത്തിനായും സവിനയം ക്ഷണിച്ചുകൊള്ളുന്നു. ആഗോള വ്യാപകമായി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി ക്രിസ്ത്യാനികളുടെ പരിശുദ്ധ പിതാവും പൗരസ്ത്യ കാതോലിക്കയിൽ ഏറ്റവും ഇളയവനും മലങ്കര നസ്രാണി സിംഹത്തിന്റെ ഗാംഭീര്യവും പിതാക്കന്മാരുടെ ആത്മീയ ജ്യോതിഷ്ഠയും കുന്നംകുളത്തിന് നിഷ്കളങ്കി ഒത്തുചേർന്ന പരിശുദ്ധ പിതാവ് നമ്മുടെ അനുഗ്രഹമാണ്, അഭിമാനമാണ്. നിതാന്തിവന്യ ദിവ്യശ്രീ പരിശുദ്ധ മോറാൻമാർ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാബാ തിരുമനസിനെ അനുഗ്രഹ പ്രഭാഷണം നടത്തുവാനും മാർത്തോമ സമാജം തുടങ്ങുന്ന ജീവകാരുണ്യ പ്രവർത്തനമായ സ്നേഹസ്പർശം പ്രൊജക്ട് ഉദ്ഘാടനം ചെയ്യുവാനും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സംസ്ഥാന, ദേശീയ, അന്തർദേശീയ തലങ്ങളിൽ അവാർഡ് ജേതാക്കളായ മഹിളാ രത്നങ്ങളെ മെമൻറ്റോ നൽകി ആശംസിക്കുവാനും ഭക്തിയാദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിയന്നരായ പിതാക്കന്മാരെ, വേദിയിൽ ഉപേക്ഷരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ,
വൈദിക സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരീ സഹോദരങ്ങളെ, എങ്ങനെയാണ് തുടങ്ങേണ്ടത്, എന്താണ് പറയേണ്ടത് എന്ന് പ്രത്യേകിച്ച് ഒരു രൂപമില്ലാതെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അഭിമാനം എന്ന് വിളിക്കപ്പെടാവുന്ന മർത്തമറിയം വനിതാ സമാജത്തിൻ്റെ അന്തർദേശീയ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ഈ സമ്മേളനത്തിൽ കടന്ന് വരണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് ചില പ്രത്യേക ക്രമീകരണങ്ങൾ എനിക്ക് യാത്രയിൽ ചെയ്യേണ്ടി വന്നു. ഇന്നും നാഗപ്പൂർ സെമിനാരിയുടെ കോൺവൊക്കേഷന് ശേഷമുള്ള ഗവേണിംഗ് ബോർഡ് പ്രതിനിധി സമ്മേളനത്തിലൊക്കെ ഞാൻ പങ്കെടുക്കേണ്ടതായിരുന്നു. പക്ഷേ അത് അത്രയും വേണ്ടെന്ന് വെച്ച് നെടുമ്പാശ്ശേരിയിലേക്ക് യാത്രാ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നെങ്കിലും ബഹുമാനപ്പെട്ട മാത്യൂസ് വർഗീസ് അച്ഛൻ്റെ അതീവ നിർബന്ധം നിമിത്തമായിട്ട് ആ ടിക്കറ്റ് ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങാവുന്ന വിധത്തിൽ റീഅറേഞ്ച് ചെയ്ത് നിങ്ങളെ കാണുവാൻ തക്കവണ്ണമാണ് എനിക്ക് ഇപ്പോൾ അവസരമുണ്ടായിരിക്കുന്നത്. നിങ്ങളെ ഒരുമിച്ച് കാണാൻ കിട്ടുന്ന സന്ദർഭമെന്ന് പറയുന്നത് വിലപ്പെട്ടതാണ്. പ്രത്യേകിച്ച് മലങ്കര സഭയുടെ നാനാഭാഗങ്ങളിൽ നിന്ന് എൻ്റെ മുഖത്തൊന്ന് മാറിയെങ്കിൽ മലങ്കര സഭയുടെ നാനാഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള അമ്മമാർ, സഹോദരികൾ, കുഞ്ഞുങ്ങൾ, അവരെയൊക്കെ ഒരുമിച്ച് കാണുമ്പോൾ ഒരു സഭയുടെ പ്രധാന മേലധ്യക്ഷനുണ്ടാകുന്ന ആഹ്ലാദം ചില്ലറയല്ല. പക്ഷേ കഴിഞ്ഞ ഒരു മാസം ദൈവത്തിൽ നിന്ന് ഞാനൊരു ശിക്ഷ ഏറ്റുവാങ്ങുകയായിരുന്നു. നിങ്ങളെ മാത്രമല്ല ദൈവം ശിക്ഷിക്കുന്നത്, എന്നെയും ശിക്ഷിക്കാറുണ്ട്. ആ ശിക്ഷയുടെ കാരണം മറ്റൊന്നുമല്ല, മലങ്കര സഭയുടെ എല്ലാ പ്രോഗ്രാമുകൾക്കും ഞാൻ പങ്കെടുക്കേണ്ട എന്ന ഒരു ആശയമാണ് ദൈവം അതിലൂടെ പ്രതീക്ഷിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു മാസമായി ഞാൻ സംസാരിക്കാറില്ലായിരുന്നു. കാരണം എൻ്റെ ശബ്ദരഹിതമായി പോയി. സക്രിയ പുരോഹിതനോട് മാലാക പറഞ്ഞതുപോലുള്ളൊരു അനുഭവം. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് യൂറോപ്പ് സന്ദർശിക്കേണ്ട ഒരു ഘട്ടം വന്നത്. ആ സമയത്ത് ആ ശിക്ഷയിൽ നിന്ന് 10 ദിവസത്തെ പരോള് അനുവദിക്കണമെന്ന് തമ്പുരാനോട് ചോദിച്ചപ്പോൾ പരോൾ അനുവദിച്ചു. ഞങ്ങൾ മലങ്കര സഭയുടെ പ്രതിനിധി സംഘം എന്ന നിലയിൽ യൂറോപ്പിൽ പോയി, പ്രത്യേകിച്ച് വത്തിക്കാനിൽ പോയി റോമൻ കത്തോലിക്ക സഭയുടെ തലവനായിരിക്കുന്ന മാർപ്പാപ്പ തിരുമേനിയെ കണ്ടു. അദ്ദേഹത്തുമായുള്ള സന്ദർശനത്തിൽ ഒട്ടേറെ സന്ദേശങ്ങൾ ലോകത്തിന് നൽകാനുണ്ടെന്ന് എനിക്ക് തോന്നി. അത് പറയലല്ല എൻ്റെ ഇപ്പോഴത്തെ ചുമതല. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം ദൈവം ഓരോ സ്ഥാനത്ത് ആക്കി വെക്കുന്നുണ്ട്. ആക്കി വെക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തയോടെയും ആത്മാർത്ഥതയോടെയും പ്രവർത്തിക്കുകയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ദൗത്യവും ലക്ഷ്യവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ദൗത്യവും ലക്ഷ്യവും നാം പൂർത്തീകരിക്കുമ്പോൾ തീർച്ചയായും ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും പുതിയ പുതിയ ചുമതലകളും ദൗത്യങ്ങളും നമ്മെ ഏൽപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. ഞാനിത് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ഏറ്റവും ഞാൻ വളരെയേറെ ബഹുമാനിക്കുന്ന മേരി മാത്യു ടീച്ചറെ 2 കാര്യങ്ങൾ എൻ്റെ മുൻപാകെ ആദ്യം അവതരിപ്പിച്ചു. അതൊന്ന്, മലങ്കര സഭയിലെ പ്രാതിനിധ്യ സ്വഭാവം അല്പം കൂടെ വേണമെന്നുള്ള നിങ്ങളുടെ ആഗ്രഹമായിരുന്നു. ആഗ്രഹം നല്ലതാണ്. എനിക്ക് ഒരു കാര്യം അതിനെക്കുറിച്ച് ഞാൻ ഒരു വാചകം പറയുന്നതിൽ നിങ്ങൾ പരിഭവിക്കുകയില്ലെന്ന് ഞാൻ വിചാരിക്കട്ടെ. നമ്മുടെ സഭ പരിശുദ്ധ വേദപുസ്തകത്തിലും അതുപോലെ തന്നെ പാരമ്പര്യങ്ങളിലും കാനോനകളിലും കൃത്യമായി വിശ്വസിച്ച് മുമ്പോട്ട് പോകുന്നൊരു സഭയാണ്. സമൂഹത്തിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അതുപോലെ പകർത്തുവാനായിട്ട് നിവൃത്തിയില്ല. ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളെന്ന് പറയുന്നത് 6 എണ്ണമാണുള്ളത്. നേരത്തെ 5 എണ്ണമായിരുന്നു. അലക്സാണ്ട്രിയൻ സഭ, അന്ത്യോക്യൻ സഭ, അർമേനിയൻ സഭ, ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ, എത്യോപ്യൻ സഭ, എറിട്രിയൻ സഭ. ഈ 6 സഭകളും നമ്മുടെ വിശ്വാസം ഒരുപോലെ സ്വീകരിക്കുകയും പരസ്പരം വിശുദ്ധ കുർബാന അനുഭവിക്കുകയും ചെയ്യാം. ഈ 6 സഭകളിലുള്ള ഭരണക്രമം എങ്ങനെയാണെന്ന് നിങ്ങൾ അന്വേഷിച്ചറിഞ്ഞാൽ ആ സഭകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുത്ത് പെരുമാറുന്നത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയാണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോകരുത്. എത്യോപ്യൻ സഭയിലോ അർമേനിയൻ സഭയിലോ
അലക്സാണ്ട്രിയൻ സഭയിലോ സിറിയൻ സഭയിലോ എറിട്രിയൻ സഭയിലോ ഒക്കെ ഉള്ള പരിഷ്കാരത്തെക്കാൾ കൂടുതൽ പ്രാതിനിധ്യ സ്വഭാവം സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതലായി നൽകപ്പെട്ടിട്ടുള്ളത് മലങ്കര ഓർത്തഡോക്സ് സഭയിലാണെന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. കുന്നംകുളം ഭദ്രാസനത്തിലെ എൻ്റെ ഒരു പള്ളിയിൽ ഇപ്പോഴത്തെ ഒരു കൈക്കാരൻ എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ്. എൻ്റെ പള്ളിയിലെ ഒരു സെക്രട്ടറി എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ്. ഇങ്ങനെയുള്ള സ്ഥാനങ്ങളിലേക്ക് നിങ്ങൾ ഏറ്റവും വിശ്വസ്തരായി പ്രവർത്തിക്കുകയും സഭയുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഉജ്ജ്വല പ്രകാശമായി തീരുകയും ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എനിക്ക് ഓർപ്പിക്കാനായിട്ടുള്ളത്, നിങ്ങൾക്ക് എന്തു വേണമെന്നുള്ളത് സഭ നല്ലതുപോലെ ചിന്തിക്കുകയും അതിനുവേണ്ടി എപ്പോഴും ചെയ്യാവുന്നത് പരമാവധി ചെയ്യുകയും ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കേണ്ടതില്ല. എന്നാൽ മലങ്കര സഭയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് പ്രതിനിധികളിലാണ്. ഇന്നത്തെ ഒരു ചുറ്റുപാട് ആലോചിച്ചാൽ പലപ്പോഴും, ഞാൻ പറയുന്ന അധികപ്പറ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, വളരെ നല്ല മനുഷ്യർ സഭയുടെ രണ്ടാം നിരയിൽ നിൽക്കുന്നവരാണ്. അവർ ഒന്നാം നിരയിലേക്ക് കടന്നു വരുന്നില്ല എന്നുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ളതായ പ്രായോഗികമായ അവസ്ഥാവിശേഷം. മറ്റൊന്നുമല്ല, ഓരോ ഇടവകകളിലും നാം ഈ വക കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ഉണ്ടാകാവുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അപ്പോൾ വളരെ നല്ല ആളുകൾ ദൂരെ നിന്നുകൊണ്ട് സഭയെ സ്നേഹിക്കുകയും സഹായിക്കുകയും അതേസമയം വിശ്വാസത്തിൽ ഏറ്റവും തീക്ഷ്ണതയോടെ പെരുമാറുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, ദൗത്യങ്ങൾ വിശ്വസ്തയോടെ ആത്മാർത്ഥതയോടെ പിറുപിറുപ്പ് കൂടാതെ അത് നിറവേറ്റുകയാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ളതും നിങ്ങൾ ഒരിക്കലും മറക്കരുത്. തീർച്ചയായും മലങ്കര സഭ സ്ത്രീകളുടെ പ്രവർത്തനത്തിനും സ്ത്രീകളുടെ സാന്നിധ്യത്തിനും എന്നും സ്വാഗതം അരുളാൻ താല്പര്യപ്പെടുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു സംശയവും ആർക്കും വേണ്ട. എന്നാൽ പടിഞ്ഞാറൻ നാടുകളിലുള്ള ഫെമിനിസം എന്ന് പറയുന്ന ഒരു പ്രത്യേക ആശയഗതിയുണ്ട്. ഫെമിനിസം എന്ന് പറയുന്ന ആ ആശയം കൊണ്ട് അത് നമുക്ക് അതുപോലെ പകർത്താനായിട്ട് നിവൃത്തിയില്ല. അത് അതുപോലെ പകർത്തുമ്പോൾ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ എന്ന് പറയുന്നത് അതിനേക്കാൾ അതിഭയങ്കരമായിരിക്കും. കാരണം കുടുംബം എന്ന് പറയുന്ന ആശയം തകർത്ത് തരിപ്പണമാക്കപ്പെട്ട ഒരു സംസ്കാരമാണ് പാശ്ചാത്യ രാജ്യത്തുള്ളത്. എന്നാൽ ആർഷഭാരത സംസ്കാരത്തിലാണെന്നുണ്ടെങ്കിൽ കുടുംബം എന്ന് പറയുന്ന ആ ഒരു വലിയ പ്രകാശപൂർണമായ ആ സ്ഥാപനം അത് ഏറ്റവും ഇന്ന് ശോഭയായിട്ട് നിൽക്കുകയാണ്. അതിലേക്ക് കടന്നു വരാനുള്ള ശ്രമമാണ് പാശ്ചാത്യ രാജ്യത്തുള്ളത്. ഇന്ന് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഗ്ലോബലൈസേഷൻ മുഖാന്തരമായിട്ടും അതുപോലെ തന്നെ ലിബറലൈസേഷൻ, ഉദാരവൽക്കരണം ആദിയായ കാര്യങ്ങൾ മുഖേന പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള പല കാര്യങ്ങളുമാണ് വളരെ ഐഡിയൽ എന്ന വിചാരത്തോടെ പലപ്പോഴും ഭാരതം മുന്നേറാറുണ്ട്. അതിൻ്റേതായ അപകടങ്ങളും പ്രത്യാഘാതങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ഒക്കെ വലുതാണ്. ഞാനിത് പറയാനുള്ള കാരണം, 1985 ഞാൻ മേൽപ്പട്ടക്കാരനാകുമ്പോൾ എൻ്റെ ഭദ്രാസനത്തിൽ നിന്ന് ഒരൊറ്റ ഡൈവേഴ്സും ഉണ്ടാകുമായിരുന്നില്ല. ഇന്ന് ഒരു മാസത്തിൽ 8-10 ഡൈവേഴ്സ് റീമാരേജ് പെർമിഷന് ഞാൻ ഒപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത്, നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ദൗത്യം പൂർത്തീകരിക്കുകയാണ്. ആ ഒരു അർത്ഥത്തിൽ വേണം നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒരു സ്ഥായിയായ ഭാവം ഉണ്ടാകുവാൻ എന്നാണ് എനിക്ക് ഓർപ്പിക്കാനുള്ളത്. ദൈവത്തെ അന്വേഷിക്കുകയും ദൈവാധിഷ്ഠിതമായി ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് നാം ദൈവസന്നിധിയിൽ പ്രചോദിതരാകുന്നത്. മാർപ്പാപ്പ തിരുമേനി ലോകത്തിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 100 ചില്ലുവാനം കോടി ജനതയുടെ പരമാധ്യക്ഷനാണ്. പക്ഷെ അദ്ദേഹം സാധാരണക്കാരനെ പോലെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും പാലസ് വിട്ട് സാധാരണ ജീവിതം നയിക്കുകയും ഏറ്റവും അവസാനമായി എനിക്ക് തോന്നിയത്, ഞങ്ങളെ രാത്രി വെളുപ്പിന് 5 മണിക്ക് ഓഫ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്ന് അദ്ദേഹം കടന്നു വന്ന് ഞങ്ങൾ കാറിൽ കയറുന്ന സമയത്ത് അതുവരെ കടന്നു വന്നു എന്നുള്ളതാണ്. അതാണ് താഴ്മ എന്ന് പറയുന്നത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, യുവർ ഹോളിനെസ്, യു ആർ പ്രൊമോട്ടിങ് എ ന്യൂ മെസ്സേജ് ടു ദ യങ്സ്റ്റേഴ്സ് ഇൻ ദ മോഡേൺ വേൾഡ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നോ ഐ എം എ സിന്നർ, പ്രേ ഫോർ മീ.
ഐ എം എ സിന്നർ, പ്രേ ഫോർ മീ എന്ന് സ്വയം അവകാശപ്പെടുവാൻ തക്കവണ്ണമുള്ള 100 ചില്ലുവാനും കോടി സഭയുടെ ജനങ്ങളുടെ ഒരു പരമാധ്യക്ഷൻ പറയാൻ തക്കവണ്ണം വിനയാന്വിതനാകുമ്പോൾ അതത്ര നിസ്സാര കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. 10 മിനിറ്റ് സംസാരിക്കാനാണ് മലങ്കര ഓർത്തഡോക്സ് ഡെലിഗേഷനെ സമയം അനുവദിച്ചത്. പക്ഷേ ഞങ്ങൾ സംസാരിച്ചത് 45 മിനിറ്റാണ്. അദ്ദേഹം സംസാരിക്കുന്നത് സ്പാനിഷ് ഭാഷയിലായിരുന്നു. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാൻ പാടില്ല. കഷ്ടിമുട്ടി എനിക്ക് ഇംഗ്ലീഷ് അറിയാൻ മേല, അത് വേറെ കാര്യം. അതിനേക്കാൾ താഴ്ന്ന തരത്തിലാണ് അദ്ദേഹം ഇംഗ്ലീഷ് സംസാരിച്ചത്. അദ്ദേഹത്തിന് ജനിച്ച ഭാഷയിൽ സംസാരിച്ചു, സ്പാനിഷ് ഭാഷയിൽ. ഞാൻ ജനിച്ച ഭാഷയിൽ ഞാനും സംസാരിച്ചു. അദ്ദേഹം സ്പാനിഷ് ഭാഷയിൽ സംസാരിച്ച് എനിക്ക് മനസ്സിലായി. ഞാൻ മലയാളത്തിൽ പറഞ്ഞത് അദ്ദേഹത്തിന് മനസ്സിലായി. ഹൃദയത്തിൻ്റെ ഭാഷ അവിടെയാണ് ഞാൻ കണ്ടത്. വിനയാന്വിത ജീവിതമാണ് ഒരു ജീവിതത്തിൻ്റെ വലിപ്പമെന്ന് പറയുന്നത്. നാം സ്വയം വലുതാകേണ്ട ആവശ്യമില്ല. വലിപ്പമുള്ള ഒരാൾക്ക് മാത്രമേ ചെറുതാകാൻ സാധിക്കുകയുള്ളൂ. ചെറിയൊരു മനുഷ്യനെ വലുതാകാൻ ഒക്കുകയില്ല. ഒരാൾ വലുതാണെന്ന് പറയുന്നെങ്കിൽ ആ ആൾ ഏറ്റവും ചെറുതാകാൻ കഴിവുള്ളവനായിരിക്കും. അതുകൊണ്ട് ചെറിയ മനുഷ്യനും വലിയ മനുഷ്യനും മാത്രമേ ചെറുതാകാൻ ഒക്കുകയുള്ളൂ. യേശുക്രിസ്തു വലിയ ഒന്നായിരുന്നത് കൊണ്ടാണ് ചെറുതായത്. അതുകൊണ്ട് നിങ്ങൾ സങ്കടപ്പെടരുത്, നിങ്ങൾ പരാതിപ്പെടരുത്. കാരണം ദൈവം നമ്മളെ ഓരോ സ്ഥാനത്തേക്ക് തക്ക സമയത്ത് പിടിച്ചുയർത്തുമ്പോൾ അത് സന്തോഷത്തോടെയും പെറുപെറുപ്പ് കൂടാതെയും ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതാണ് ജീവിതത്തിൻ്റെ മഹത്വമെന്ന് നാം തിരിച്ചറിയണം എന്ന് മാത്രമാണ് എനിക്ക് ചില ചിന്തകൾ എന്നുള്ള നിലയിൽ നിങ്ങളുടെ മുൻപാകെ വെക്കാനുള്ളത്. ക്രൈസ്തവ ലോകത്തിൻ്റെ ധർമ്മം എന്താണ്? സ്നേഹസ്പർശം. അത് നിസ്സാരമല്ല. പ്രസംഗമല്ല നമുക്ക് വേണ്ടിയത്, പ്രവൃത്തിയാണ്. ധാരാളം നമ്മൾ പ്രസംഗിക്കുന്നുണ്ട്. ആ പ്രസംഗവുമുണ്ട്, ശബ്ദവുമുണ്ട്, ഘോഷമുണ്ട്. ശബ്ദവും ആഘോഷവും പ്രസംഗവും അതിന് 2ാം സ്ഥാനം മതി. നാം ശബ്ദിക്കാതെയും നാം ആഘോഷിക്കാതെയും എന്ത് പ്രവർത്തിക്കാൻ ഒക്കും? നമ്മോടൊപ്പം കഴിയുന്നവനെ കാണാനും അവനെ ആദരിക്കുവാനും സ്നേഹിക്കുവാനും സഹായിക്കുവാനുമുള്ള നമ്മുടെ മനസ്സിൻ്റെ വിശാലതയാണ് ഏറ്റവും വലുത്. ഞാൻ ഈ സ്നേഹസ്പർശം എന്ന് പറയുന്ന നിങ്ങളുടെ ഈ ചാരിറ്റി പ്രവർത്തനങ്ങളും ആശയങ്ങളും വളരെ വളരെ ഗംഭീരമാണ്. അത് ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കട്ടെ. ലോകത്തിലെ സകല ദാരിദ്ര്യങ്ങളും സകല ആവശ്യങ്ങളും നിറവേറ്റാൻ ഒരുപക്ഷെ നമുക്ക് കഴിയുകയില്ലായിരിക്കാം. പക്ഷേ നമ്മുടെ ചുറ്റുപാടിൽ നമ്മോട് ഇടപെടുന്ന സന്ദർഭത്തിൽ അത് വളരെ ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയും നമുക്ക് ആരെയൊക്കെ സ്നേഹത്തോടെ സ്പർശിക്കാൻ ഒക്കും, ആരെയൊക്കെ സ്നേഹത്തോടെ നമുക്ക് അവരെ കരുതാൻ ഒക്കും, അതാണ് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. അതുകൊണ്ട് പെൺമക്കൾ എന്ന് പറയുന്നതാണ് ഒരു പരിധിവരെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത്. ലോകത്തെ മാറ്റിമറിക്കുവാൻ പുരുഷ ലോകത്തേക്കാൾ ഏറ്റവും കൂടുതൽ കഴിയുന്നത് പെൺമക്കൾക്കാണ്. അമ്മ എന്ന് പറയുന്ന വാക്കിനൊരു അർത്ഥമുണ്ട്. അമ്മ എന്ന് പറയുന്നത് ആ പ്ലസ് മ എന്ന് പറഞ്ഞാൽ അമ്മ എന്ന് വേണമെങ്കിൽ വായിക്കാം. അതിനർത്ഥം എന്താണെന്നറിയാമോ? മായിക്ക് വേണ്ടിയല്ല, അമ്മയ്ക്ക് വേണ്ടിയല്ല എന്നുള്ളൊരർത്ഥമുണ്ട്. അങ്ങനെ വായനയുണ്ട്. അതുകൊണ്ട് അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഒരു കുഞ്ഞിനെ പ്രസവിച്ചാൽ ഒരാൾ അമ്മയാകുമോ എന്ന്. എനിക്ക് ബോധ്യമില്ല. കുഞ്ഞിനെ ഒരാൾ പ്രസവിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം അമ്മയാകണമെന്നില്ല. അമ്മ എന്ന് പറയുന്ന ആൾ ത്യാഗത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതിൻ്റെയും ആൾരൂപമായി മാറുമ്പോഴാണ് അമ്മയാകുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ആ അമ്മ എന്ന് പറയുന്നത് ഭൂമിയിലെ ഒരു സ്ത്രീ മാത്രമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഗർഭപാത്രം വാടകയ്ക്ക് വേണ്ടി കൊടുത്ത് കാശ് മേടിക്കുന്ന അമ്മമാരില്ലേ? കുട്ടികളെ കൊല്ലുന്ന അമ്മമാരില്ലേ? അതുപോലെ തന്നെ ഹീനകൃത്യങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന അമ്മമാരില്ലേ? അവരെ അമ്മ എന്ന് വിളിക്കാമോ? ഇല്ല. അമ്മയ്ക്ക് വേണ്ടിയല്ല. നമ്മുടെ സന്യാസിനികൾ ഇവിടെ ഇരിപ്പുണ്ട്. അവരെ അമ്മമാരെന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്. ഞാൻ എനിക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ആധ്യാത്മികമായ അന്വേഷണം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകണം. നാം എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല, എങ്ങനെ ജീവിച്ചു എന്നുള്ളതിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കാതൽ എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ സത്യസന്ധതയോടെ വിശ്വസ്തയോടെ പുലർത്തുക. നമ്മുടെ സഭ നേരിടുന്ന ഒരുപാട് വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികളെ എങ്ങനെ നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയും? സഭയ്ക്ക് എങ്ങനെ അതിജീവിക്കാൻ കഴിയും? ഇന്ന് ഈ
ഉദാരീകരണവും ഗ്ലോബലൈസേഷനും ലിബറൈസേഷനും എല്ലാം വന്ന് മനുഷ്യൻ തന്നെ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അറിഞ്ഞുകൂടാ. ആ വിധത്തിലാണ് നമ്മുടെ മുന്നോട്ടുള്ള പോക്ക്. അത് ഒരു പരിധിവരെ നാം അങ്ങനെ യാതൊരു ഉൾക്കാഴ്ചയുമില്ലാതെ സ്വയം പരിശോധനയ്ക്ക് വിധേയമാകാതെ മുന്നോട്ട് പോയാൽ മനുഷ്യരാശി വലിയ അപകടത്തിലേക്ക് ചെന്നെത്തും. അതിനേക്കാൾ മുൻപ് ദൈവത്തെ അന്വേഷിക്കുന്ന മനസ്സ്, മനുഷ്യനെ അന്വേഷിക്കുന്ന സ്നേഹ സ്പർശം, ഇത് രണ്ടും നമുക്ക് ആവശ്യമുണ്ട്. ദൈവത്തെ അന്വേഷിക്കുന്ന മനസ്സ് നമുക്ക് ഉണ്ടെങ്കിൽ നാം മനുഷ്യനെ അന്വേഷിക്കുന്ന ഒരു വികാരം നമ്മളിൽ ഉണ്ടാകും. ഇത് രണ്ടും ഒരുമിച്ചേ പോകത്തുള്ളൂ. ദൈവത്തെ അന്വേഷിക്കുന്ന ഒരാൾക്ക് മനുഷ്യനെ സഹായിക്കാതിരിക്കുവാൻ സാധിക്കുകയില്ല. അത് നമ്മുടെ കഴിവിനൊത്തവണ്ണം ആകണമെന്നേ ഉള്ളൂ. രണ്ട് പൈസ, 2 കാശ് ഒരു ദൈവസന്നിധിയിൽ സമർപ്പണമായിട്ട് നിക്ഷേപിച്ച ഒരു വിധവ, ഒരു സാധു സ്ത്രീയുടെ ആ 2 പൈസ വിലപ്പെട്ട കാഴ്ചയായിട്ട് തമ്പുരാൻ കാണുന്നുണ്ട്. എങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ചെറിയ നാണയത്തുട്ടുകൾ, ചെറിയ അറിവുകൾ, ചെറിയ സ്നേഹസ്പർശങ്ങൾ, ഇതെല്ലാം ദൈവസന്നിധിയിൽ വിലപ്പെട്ട കാഴ്ചകളാണ്. അതുകൊണ്ട് അമ്മമാരെ, സഹോദരികളെ, പെൺമക്കളെ, നിങ്ങൾ സഭയ്ക്ക് വേണ്ടി ജീവിക്കുക, ദൈവത്തെ അന്വേഷിക്കുക, നിങ്ങളുടെ ദൗത്യം എന്താണെന്ന് അന്വേഷിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക. നിങ്ങളുടെ സ്നേഹസ്പർശം പരിപൂർണമായി കഴിവിൻ്റെ അപ്പുറത്ത് നിങ്ങളത് നിറവേറ്റുവാൻ തക്കവണ്ണം തീർച്ചയായും നിങ്ങൾ ശ്രമിക്കണമെന്നാണ് എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്. ദീർഘമായി എനിക്ക് പറയാൻ സമയം അനുവദിക്കുന്നില്ല. ഈ വർഷം പെൺമയുടെ നന്മ എന്ന് പറയുന്ന ഒരു ആശയം നമ്മുടെ മിനിസ്ട്രി ഓഫ് എംപവർമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. പെൺമയുടെ നന്മ. ആ പെൺമയുടെ നന്മ എന്ന് പറയുന്നത് ഒരുപാട് നന്മയുടെ കൂടാരമാണ്, നിലവറയാണ് ഓരോ സ്ത്രീത്വവും. ഒരു സ്ത്രീത്വം എന്ന് പറയുന്നത് ഒരു തലമുറയെ മുഴുവനും വാർത്തെടുക്കുവാനും ഒരു സമൂഹത്തെ മുഴുവനും മാറ്റിമറിക്കുവാനും തക്കവണ്ണമുള്ള ദൗത്യം ദൈവം നിങ്ങളിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. മറ്റാരുമല്ല ഏൽപ്പിച്ചിട്ടുള്ളത്. ആ ദൗത്യം നിങ്ങൾ നിറവേറ്റണം. അതാണ് നമ്മളെ ഏറ്റവും വലുതുമായിട്ട് ദൈവം നമ്മിൽ നിന്ന് അന്വേഷിക്കുന്നത്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നാണ് പറയുന്നത്. ഡൈവേഴ്സിറ്റി ഉണ്ട്, അതോടൊപ്പം അതിൽ യൂണിറ്റിയുമുണ്ട്. ഇത് രണ്ടും കൂടി ഒരുമിച്ചേ പോകത്തുള്ളൂ. പ്രപഞ്ചത്തിൻ്റെ ഓർഡർ തന്നെ അങ്ങനെയാണ്. നമുക്ക് 10 വിരലുകളുണ്ട്. ഈ 10 വിരലുകൾക്കും ഒരേ നീളമില്ല, 10 വിരലുകൾക്കും ഒരേ വണ്ണമില്ല. എങ്കിൽ നാം വണ്ണം കുറഞ്ഞ വിരലായിരുന്നാലും വണ്ണം കൂടിയ വിരലായിരുന്നാലും ചെറിയതാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെ അതാതിൻ്റെ ദൗത്യം ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് വിനയാന്വിതനായി താഴ്മയോടെ അത് നിറവേറ്റുമെങ്കിൽ ദൈവം നമ്മെക്കുറിച്ച് കരുതും. ദൈവം നമ്മെക്കുറിച്ച് ഏറ്റവും അധികം സന്തോഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളെ കാണാൻ ഇടവന്നതിലും നിങ്ങളോട് 2 മിനിറ്റെങ്കിലും ഒന്ന് സംസാരിച്ച് കാര്യങ്ങൾ, കാരണം നിങ്ങളുടെ പ്രോഗ്രാം വളരെ വൈകിയാണ് എനിക്ക് കുറിക്കാനായിട്ട് സാധിച്ചുള്ളൂ. അതിനേക്കാൾ മുൻപ് പല പ്രോഗ്രാമുകളുണ്ട്. ഇപ്പോഴും എന്നോട് തമ്പുരാൻ പറയുന്ന ഒരു വാചകമുണ്ട്, ഇങ്ങനെ അലഞ്ഞോടി നടക്കരുത്, കുറേം കൂടെ റെസ്റ്റ് എടുക്കണം. ഈ പ്രാവശ്യത്തെ കാതോലിക്ക ദിന ശേഖരണത്തിൽ എനിക്ക് പങ്കെടുക്കാനൊത്തില്ല. കാരണം അത് ഒരുപക്ഷെ ജോർജിയും അതുപോലെ ക്രിസോസ്റ്റമോസ് തിരുമേനിയൊക്കെ എന്നെക്കുറിച്ച് പരിഭവിക്കുന്നുണ്ട്. ഞാനൊരു ഊമനാണ്, അവിടെയൊക്കെ എന്തോ പറയും, ഒന്നും പറയാൻ മേല, ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ യൂറോപ്പ് യാത്ര ഉണ്ടായതുകൊണ്ട് അതിനെക്കുറിച്ച് മാത്രം ഒരു പരോളിൽ ഞാൻ ഇറങ്ങി അവിടെ കാര്യങ്ങളൊന്നും വലിയ പരിക്ക് കൂടാതെ രക്ഷപ്പെട്ടു പോകുന്നു. നിങ്ങൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സഭയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ബലഹീനായിരിക്കുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാൻ എനിക്ക് ചുമതലയുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരെ അംഗീകരിക്കുന്നു. അവാർഡ് ദാനത്തിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുകയാണ്. പലരുടെയും പേരുകളുടെ വായിച്ചു. ഡോക്ടർ സൂസൻ ജോർജ്, അതുപോലെ തന്നെ വീണ, അങ്ങനെ നമ്മൾ മറ്റു പലരുടെ പേര് എൻ്റെ മനസ്സിലില്ലാത്തതുകൊണ്ട് വിട്ടുപോകുന്നു എന്ന് മാത്രമുള്ളൂ, ആരെയും മറന്നിട്ടല്ല. ഞാൻ പറഞ്ഞത്, നാം അംഗീകരിക്കേണ്ടവരെ അംഗീകരിക്കണം, പ്രോത്സാഹിപ്പിക്കേണ്ടവരെ പ്രോത്സാഹിപ്പിക്കണം, ഉത്തരവാദിത്തങ്ങൾ നൽകേണ്ടവരെ നൽകണം. അങ്ങനെ ഈ മലങ്കര സഭ സാക്ഷ്യമുള്ളൊരു സഭയായിട്ട് നിൽക്കണം. ക്രിസ്തീയ സഭ ആരംഭിച്ചിടത്ത് ഇന്ന് കാണുന്നില്ല. ക്രിസ്തീയ സഭ ആരംഭിച്ച സ്ഥലങ്ങളിൽ ഇന്ന് ആ സഭയ്ക്ക് അടിവേരില്ലാതായിരിക്കുന്നു. പക്ഷേ മലങ്കര സഭയിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച മലങ്കര സഭയുടെ അടിവേരെ ആരും അറുത്തിട്ടില്ല. അല്പസ്വല്പമൊക്കെ ശാഖകളും കൊമ്പുകളും ഒക്കെ വെട്ടിമാറ്റപ്പെട്ടിട്ടുണ്ട്. പക്ഷേ തായ്വേര് ഇന്ന് ഇവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. ദൈവം നമുക്ക് നൽകിയ വലിയ ആനുകൂല്യമാണത്. ആ ആനുകൂല്യത്തിൽ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് സ്നേഹസ്പർശം എന്ന് പറയുന്ന പദ്ധതി നിങ്ങൾ
ആവിഷ്കരിച്ച് നടപ്പാക്കുവാനുള്ള നിങ്ങളുടെ ശ്രമത്തെ ഞാൻ ശ്ലാഘിച്ചുകൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സഹോദരിമാരിൽ അഭിനന്ദിക്കേണ്ടവരെയും അംഗീകരിക്കേണ്ടവരെയും നിങ്ങൾ അംഗീകരിക്കാനുള്ള നിങ്ങളുടെ നല്ല മനസ്സിനെയൊക്കെ ഞാൻ ശ്ലാഘിക്കുന്നു. ഈ മർത്തമറിയം വനിതാ സമാജത്തിൻ്റെ പ്രവർത്തനം ഇനിയും ഏറ്റവും ശക്തമായി മുന്നേറട്ടെ എന്ന് അറിയിച്ചുകൊണ്ട്, ഈ പ്രസ്ഥാനത്തിന് എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് ദൈവം തമ്പുരാൻ നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. മലങ്കര സഭാ ചരിത്രത്തിൽ സഭ 21 നൂറ്റാണ്ട് തുടർന്നത് മാതാക്കളിൽ കൂടെയാണ്. ദൈവസ്നേഹവും സഭാസ്നേഹവും മനുഷ്യസ്നേഹവും കൈമാറിയത് മുലപ്പാലിലൂടെയാണ്. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കിയിലും ഉണ്ടായിരുന്നു. വിശുദ്ധ പൗലോസ് സ്ലീഹ തീമോഥെയോസിന് അഭിപ്രായം പറയുമ്പോൾ ഈ വേദശാസ്ത്രം അനാവരണം ചെയ്യപ്പെടുന്നു. ഏറ്റെടുത്ത മേഖലകളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് തൻ്റെ കർമ്മമണ്ഡലത്തിൽ ദീർഘവീക്ഷണ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മേരി ടീച്ചർ ഏവർക്ക് സുപരിചിതയാണ്. കോട്ടയം ബെസേലിയൻസ് കോളേജ് മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് മുൻ മേധാവിയും വൈസ് പ്രിൻസിപ്പളുമായിരുന്ന മർത്തമറിയം വനിതാ സമാജത്തിന്റെ ജനറൽ സെക്രട്ടറിയുമായിരിക്കുന്ന പ്രൊഫസർ മേരി മാത്യുവിനെ സംസ്ഥാന, ദേശീയ, അന്തർദേശീയ തലങ്ങളിൽ അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തുവാൻ വേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പരിശുദ്ധ പിതാവിൻ്റെ അതിധന്യമായ വാക്കുകൾക്ക് നന്ദി പറയുന്നു. പരിശുദ്ധ പിതാവ് നമ്മോട് ആഹ്വാനം ചെയ്ത 2 കാര്യങ്ങൾ നമ്മൾ എപ്പോഴും മനസ്സിലോർക്കാം. വി നീഡ് എ ഡിവൈൻ കോൾ ഓഫ് എംപവർമെൻറ്റ്, ദൈവവിളിയുള്ള ഒരു ശക്തീകരണവും വി നീഡ് എ ഡിവൈൻ കോൾ ഓഫ് കമ്മീഷനിങ്, ദൈവനിയോഗത്താൽ മാത്രമുള്ള ഒരു യാത്രയും നമുക്കുണ്ടായിത്തീരുന്നതാണ് പരിശുദ്ധ പിതാവ് ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. അതിന് നമുക്ക് പരിശുദ്ധ പിതാവിനോട് നമുക്ക് എപ്പോഴും കൂറും സ്നേഹവും വിശ്വാസവും പുലർത്താം. ആദ്യമായി മലങ്കര ഓർത്തഡോക്സ് മർത്തമറിയ സമാജത്തിൻ്റെ സ്നേഹസ്പർശം പ്രോജക്റ്റ് പരിശുദ്ധ പിതാവ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നു. കാരുണ്യത്തിൻ്റെ നല്ല വഴികൾ സൗത്ത് വെസ്റ്റ് അമേരിക്ക നൽകിയ ജീവകാരുണ്യ ഫണ്ടിൽ നിന്ന് 1,00,000 രൂപയുടെ ഒരു ചെക്ക് ഇടുക്കി ഭദ്രാസനത്തിൽ നിന്ന് വന്ന മിസ്സിസ് തങ്കമ്മ പരിശുദ്ധ പിതാവിൽ നിന്ന് മേടിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുന്നു. ഒരു ഭവനം നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഫണ്ട് കൊടുക്കുന്നത്. ഇടുക്കി ഭദ്രാസനാധിപൻ ഹിസ് ഗ്രേസ് മാത്യൂസ് മാർ തേവദോസ്യോസ് തിരുമേനിയുടെ പേരിലാണ് ഈ ചെക്ക് ഇപ്പോൾ നൽകുന്നത്. സ്നേഹസ്പർശം പ്രോജക്റ്റിൻ്റെതായിട്ട് 27 ഭദ്രാസനങ്ങൾക്കും 27 ഭദ്രാസനത്തിലെ പ്രതിനിധികൾ ഇവിടെ വന്നിട്ടുണ്ട്. 27 ഭദ്രാസനങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനത്തിനുള്ള ആ ചെക്കുകൾ ഇപ്പോൾ പരിശുദ്ധ പിതാവ് അഭിവന്ദ്യ തേവദോറോസ് തിരുമേനിക്ക് നൽകുന്നതായിരിക്കും. തിരുമേനി പിന്നീട് അത് വിതരണം ചെയ്യുന്നതുമായിരിക്കും. അവാർഡ് ജേതാക്കൾക്ക് അവരെക്കുറിച്ച് ധാരാളം പറയാനുണ്ട്. സമയ ചുരുക്കം കൊണ്ട് അല്പം മാത്രം പറയുന്നു. 15 പേർ ആണ് നമുക്ക് പേരുകൾ ലഭിച്ചിരിക്കുന്നത്. ആദ്യമായി മിസ്സിസ് സൂസൻ ഐസക്, പുതുശ്ശേരി MGDM സ്കൂളിലെ ടീച്ചറാണ്. കാവുംഭാഗം കട്ടപ്പുറം സെയിൻറ്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് അംഗമാണ്. ബെസ്റ്റ് ടീച്ചർ അവാർഡ് 2013 ലഭിച്ചു. സഭാ തേജസ് പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്യാസ്യോസ് സെക്കൻഡ് മെമ്മോറിയൽ വിദ്യാ അമൃത അവാർഡ് കിട്ടിയിട്ടുണ്ട്. സഭാകവി CP ചാണ്ടി മെമ്മോറിയൽ ആചാര്യ അവാർഡ് ലഭിച്ച സൂസൻ ഐസക്കിനെ പരിശുദ്ധ പിതാവിൽ നിന്ന് മെമൻറ്റോ സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ഡോക്ടർ സ്വപ്ന അലക്സ്, അസോസിയേറ്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്ലാന്റ് ബയോടെക്നോളജി, കോളേജ് ഓഫ് അഗ്രികൾച്ചർ, വെള്ളായണി, തിരുവനന്തപുരം. സെയിൻറ്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ, പാളയം, തിരുവനന്തപുരം ഭദ്രാസനത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ബെസ്റ്റ് പോസ്റ്റർ അവാർഡ് ഇൻ 25th കേരള സയൻസ് കോൺഗ്രസ് 2013 അവാർഡ് സ്വീകരിക്കുന്നതിനായി ഡോക്ടർ സ്വപ്ന അലക്സിനെ ക്ഷണിക്കുന്നു. സിമ്മി മറിയം ജോസ്, സെയിൻറ്റ് മേരീസ് MMGHS അടൂർ അധ്യാപികയാണ്. സെയിൻറ്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് മൈലപ്രയിലെ അംഗമാണ്. തുമ്പമൺ ഭദ്രാസനം അംഗം. നാഷണൽ ഗോൾഡ് മെഡൽ ഇൻ 33rd ഓൾ ഇന്ത്യ മാസ്റ്റേഴ്സ് അത്ലറ്റിക് കോമ്പറ്റീഷനിൽ ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ്. മിസ്സിസ് വത്സ ജേക്കബ്, സെയിൻറ്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ, പാളയം അംഗമാണ്. മാസ്റ്റേഴ്സ് നാഷണൽ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് അവാർഡ് നേടിയിട്ടുള്ള ജാവലിൻ ത്രോയിൽ ഫസ്റ്റ്,
ലോങ് ജമ്പിൽ സെക്കൻഡ് കരസ്ഥമാക്കിയ മിസ്സിസ് വത്സ ജേക്കബിനെ അവാർഡ് സ്വീകരിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. മിസ്സിസ് സിയോ ഷേർലി, മാർസ്യമൂൻ ദസ്തുനി ഓർത്തഡോക്സ് സിറിയൻ ചർച്ച്, ഉമ്മന്നൂർ, കേരള സ്റ്റേറ്റ് ടീച്ചേഴ്സ് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. മാത്യൂസ് മാർ എപ്പിപ്പാനിയോസ് മെമ്മോറിയൽ ബെസ്റ്റ് ടീച്ചർ അവാർഡ് 2013 ലഭിച്ചു. മിസ്സിസ് സുസമ്മ ഇറ്റി വർഗീസ്, സെയിൻറ്റ് തോമസ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ച്, പരിയാരം, കോട്ടയം. എൻട്രി ഇൻ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് 2011 and 2013, മിസ്സിസ് സുസമ്മ ഇറ്റി വർഗീസ്. മിസ്സിസ് ലത അലക്സാണ്ടർ, പ്രിൻസിപ്പൽ ഓഫ് TKM സെന്റിനറി പബ്ലിക് സ്കൂൾ, കൊല്ലം. സെയിന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ, പുതിയകാവ്, മാവേലിക്കര, ഭദ്രാസന അംഗം. ബെസ്റ്റ് മെന്റർ അവാർഡ് എമംഗ് CBSE പ്രിൻസിപ്പൽസ്, നാഷണൽ അവാർഡ്. വീണ ജോർജ് ഈ ഭദ്രാസനത്തിന്റെ തന്നെ അംഗമാണ്. നമ്മുടെ സഭാ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫിന്റെ സഹധർമ്മിണിയാണ്. ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലഭിച്ച CH മുഹമ്മദ് കോയ അവാർഡ് ലഭിച്ചു. ബെസ്റ്റ് റിപ്പോർട്ടർ അവാർഡ് ലഭിച്ചു. ഈ അവാർഡ് മേടിക്കുന്നതിനായി ഡോക്ടർ ജോർജ് ജോസഫിന്റെ സഹോദരി ഡോക്ടർ ഡെയ്സി ജോസഫിനെ ക്ഷണിക്കുന്നു. ഈ അവാർഡ് സ്വീകരിക്കുന്നതിനായി ഡോക്ടർ ഡെയ്സി ജോസഫിനെ ക്ഷണിക്കുന്നു. വിമ്മി മറിയം ജോർജ്, എലിയ കത്തീഡ്രൽ, കോട്ടയം അംഗമാണ്. ഫിലിം രംഗത്ത് വളരെ പ്രസിദ്ധയായിട്ടുള്ള വിമ്മി മറിയം ജോർജ് ബെസ്റ്റ് ഡബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ട് നാഷണൽ ലെവലിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. വിമ്മി മറിയം ജോർജിന് വേണ്ടി കോട്ടയം സെൻട്രലിന്റെ സെക്രട്ടറി മിസ്സിസ് തങ്കമ്മ ബാബുജി അവാർഡ് മേടിക്കുന്നു. അനു മറിയം ജോസ്, സെയിന്റ് ജോൺസ് ഓർത്തഡോക്സ് വലിയവള്ളി, പാമ്പാക്കുട. ഏഷ്യൻ ഗെയിംസിൽ റിലേയിൽ ഗോൾഡ് മെഡലിസ്റ്റ് 2013. അനു മറിയം ജോസിന്റെ അവാർഡ്. ഇവിടെ എത്തിച്ചേരുവാൻ സാധിക്കത്തില്ല എന്നറിയിച്ചു. അവാർഡ് കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ സെക്രട്ടറി മിസ്സിസ് തങ്കമ്മ സൈമൺ ഇപ്പോൾ പരിശുദ്ധ പിതാവിൽ നിന്ന് സ്വീകരിക്കുന്നതാണ്. ഡോക്ടർ സൂസൻ പി ജോൺ ഈ ഭദ്രാസനത്തിന്റെ തന്നെ അംഗമാണ്. സെയിന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് വലിയപള്ളി അംഗമാണ്. ബെസ്റ്റ് ഡോക്ടർ അവാർഡ് ലഭിച്ചിട്ടുള്ള വ്യക്തി ഡോക്ടർ സൂസൻ പി ജോൺ ഈ അവാർഡ് മേടിക്കണമെന്ന് അഭ്യർത്ഥിക്കാം. ഡോക്ടർ സൂസൻ പി ജോൺ വന്നെത്തിയിട്ടില്ല. അതുകൊണ്ട് അവാർഡ് തുമ്പമൺ ഭദ്രാസനത്തിന്റെ സെക്രട്ടറി ഏറ്റുവാങ്ങേണ്ടതാണ്. മിസ്സിസ് സാറ ജോർജ് മുത്തൂറ്റ്, പ്രിൻസിപ്പൽ സെയിന്റ് ജോർജ് സ്കൂൾ, അളകനന്ദ, ന്യൂഡൽഹി. സെയിന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച്, ഫാരിദാബാദ് അംഗമാണ്. ബെസ്റ്റ് ടീച്ചർ അവാർഡ് ഡൽഹി ഗവൺമെന്റിന്റെയാണ്. ഈ അവാർഡ് മേടിക്കുന്നത് മിസ്സിസ് സാറ ജോർജിന്റെ സിസ്റ്റർ ഇൻ ലോ, ബാംഗ്ലൂർ ഭദ്രാസനത്തിന്റെ സെക്രട്ടറി മിസ്സിസ് ലീല സക്കറിയ ആണ്. അടുത്ത 3 അവാർഡുകൾ ഡൽഹിയിൽ നിന്നുള്ളതാണ്. റേച്ചൽ തോമസ്, പ്രിൻസിപ്പൽ സെയിന്റ് പോൾ സ്കൂൾ, ന്യൂഡൽഹി. സെയിന്റ് മേരീസ് കത്തീഡ്രൽ ചർച്ച്, ബെസ്റ്റ് ടീച്ചർ അവാർഡ്. Then Lizzie George, St. Gregorios Orthodox Syrian Church, Best Nurses Award. And Rindu Thomas, St. Gregorios Orthodox Syrian Church, National Film Award from President of India for the Best Environmental Documentary 2013. ഈ 3 പേരുടെയും അവാർഡുകൾ സ്വീകരിക്കുന്നതിനായി ഡൽഹി ഭദ്രാസനത്തിന്റെ സെക്രട്ടറി മിസ്സിസ് ബേബി തോമസിനെ ക്ഷണിക്കുന്നു. I cordially invite Srimati Leda Alexander, the award winner for the Best Mentor CBC Level 4, reply. ഏറ്റവും വന്ധ്യനായ ബാബ തിരുമേനി, ശ്രേഷ്ഠ മഹാപുരോഹിതന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഞാൻ എന്തായിരിക്കുന്നോ അത് ദൈവത്തിൻ്റെ കൃപയാൽ മാത്രം. ഇന്ന് ഞാൻ ആരായിരിക്കുന്നോ അത് ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് മാത്രം. ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുക. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചത് എന്നുള്ളതാണ്.
എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ച് കൃത്യമായ പദ്ധതികളുണ്ട്. അതിനനുസരിച്ച് പ്രവർത്തിക്കുക. എന്നാലാകാവും വിധം എൻ്റെ കഴിവിന് ഒത്തിരി പരിമിതികളുണ്ട്. ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഏറ്റവും ആത്മാർത്ഥമായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇന്ന് എനിക്ക് അഭിമാനത്തോടെ ഇവിടെ വന്ന് നിൽക്കുവാൻ തക്കോണം ദൈവം ഇടയാക്കിയത്. യാതൊരു യോഗ്യതയുമില്ല, തീർത്തും എനിക്കറിയാം. എന്നെ സഹായിച്ച, എൻ്റെ വഴിയിൽ എന്നെ ഇത്രത്തോളം എത്താൻ സഹായിച്ച എൻ്റെ ദൈവത്തിന് നന്ദി കരയേറ്റിക്കൊണ്ട് എന്നെ ഇവിടെ വിളിച്ചു വരുത്തി എനിക്ക് നിങ്ങളുടെ അംഗീകാരം നൽകുവാൻ സഹായിച്ച ഇതിൻ്റെ അധികാരികളും, പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭ, ഞാൻ ഉൾപ്പെടുന്ന ഓർത്തഡോക്സ് സഭ, അതിൻ്റെ മേലധ്യക്ഷന്മാർ, എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമ്മളാലാകാവും വിധം ഈ സമൂഹത്തിന് ഗുണമുള്ളവരായിട്ട്, ചെറുതാകട്ടെ വലുതാകട്ടെ, നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഏറ്റവും ഭംഗിയായിട്ട് ദൈവസന്നിധിയിൽ കണക്കുണ്ട് എന്ന ബോധ്യത്തോടുകൂടി ചെയ്യാൻ സാധിച്ചാൽ അതിൻ്റെ ഫലം എന്താണെന്ന് നമ്മൾക്ക് നോക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഫലം തരേണ്ടത് ദൈവമാണ്. ദൈവം തന്നിരിക്കും എന്നാണ് ഞാൻ പഠിച്ചത്. ഞാൻ പഠിച്ച പാഠം എൻ്റെ കുട്ടികളെയും പഠിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് നന്ദി കരയേറ്റിക്കൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും ദൈവം ചൊരിഞ്ഞു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഈ സ്നേഹസ്പർശം എന്ന ഈ പരിപാടി ഏറ്റവും നന്നായിട്ട്, ഏറ്റവും ഭംഗിയായിട്ട്, ഏറ്റവും അനുഗ്രഹപ്രദമായിട്ട് നടക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് ഓൾ.